നമസ്കാരം കൂട്ടുകാരെ. പണ്ടു പണ്ട് വളരെ അകലെ നക്ഷത്രങ്ങൾക്കുമപ്പുറം സ്പാർക്കിൾ എന്നൊരു ചെറിയ ഗ്രഹമുണ്ടായിരുന്നു. അവിടെയായിരുന്നു നമ്മുടെ കഥാനായകനായ ഡീനോ ജീവിച്ചിരുന്നത്. ഡീനോ സാധാരണ ഡ്രാഗനുകളെ പോലെ ആയിരുന്നില്ല കേട്ടോ. അവന് തീ തുപ്പാൻ അറിയില്ലായിരുന്നു. വലിയ ചിറകുകൾ വീശി പറക്കാനും അറിയില്ലായിരുന്നു. പക്ഷേ അവനൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ബഹിരാകാശ സഞ്ചാരിയാകണം. അവന്റെ കുഞ്ഞു വയറിന് പാകമായ ഒരു വെള്ളി നിറത്തിലുള്ള സ്പേസ് സ്യൂട്ടും തലയിൽ വെക്കാൻ മിന്നുന്ന ഒരു ഹെൽമറ്റും അവനുണ്ടായിരുന്നു. ഒരു ദിവസം ഡീനോ തന്റെ ചെറിയ ബഹിരാകാശ പേടകമായ ഷൂട്ടിംഗ് സ്റ്റാറിൽ കയറി യാത്ര തിരിച്ചു. ആകാശഗംഗയിലൂടെ അവൻ പറന്നു നീങ്ങി. പല വർണ്ണങ്ങളിലുള്ള ഗ്രഹങ്ങളെയും മിന്നുന്ന ഉൽക്കകളെയും അവൻ കണ്ടു. പെട്ടെന്നാണ് അവന്റെ പേടകത്തിലെ റഡാർ ബീപ് ബീപ് എന്ന് ശബ്ദമുണ്ടാക്കിയത്. താഴെ തവിട്ടുനിറത്തിലുള്ള ഒരു വിചിത്ര ഗ്രഹം കാണപ്പെട്ടു. മിസ്റ്ററി പ്ലാനറ്റ് അഥവാ നിഗൂഢഗ്രഹം എന്നായിരുന്നു അതിന്റെ പേര്. ഡീനോ തന്റെ പേടകം സാവധാനം ആ ഗ്രഹത്തിൽ ഇറക്കി. പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഡീനോ ചുറ്റും നോക്കി. അവിടെ മരങ്ങളില്ല, പൂക്കളില്ല, ആകെ മൊത്തം പൊടി നിറഞ്ഞ പാറക്കൂട്ടങ്ങൾ മാത്രം. എന്തൊരു ബോറൻ സ്ഥലമാണിത്, ഡീനോ ചിന്തിച്ചു. അപ്പോഴാണ് അവനത് കണ്ടത്. വലിയൊരു പാറയുടെ അടിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു വലിയ തുരങ്കം. അത് വെറുമൊരു ഗുഹയായിരുന്നില്ല. അതിനുള്ളിൽ നിന്ന് നേരിയൊരു മൂളൽ കേൾക്കാം. ഡീനോയ്ക്ക് പേടി തോന്നിയെങ്കിലും അവനൊരു ധീരനായ ബഹിരാകാശ സഞ്ചാരിയാണല്ലോ. അവൻ തന്റെ ഹെൽമറ്റിലെ ലൈറ്റ് തെളിയിച്ചു. "ഞാൻ ഇതിനുള്ളിൽ എന്താണെന്ന് കണ്ടുപിടിക്കും," അവൻ ഉറക്കെ പറഞ്ഞു. അവൻ പതുക്കെ ആ തുരങ്കത്തിലേക്ക് നടന്നു. ആദ്യം ആ തുരങ്കം ആകെ ഇരുട്ട് നിറഞ്ഞതായിരുന്നു. ഡീനോയുടെ കുഞ്ഞു കാലടികൾ ടപ് ടപ് എന്ന് മാറ്റൊലികൊണ്ടു. അവൻ താഴേക്ക്, വീണ്ടും താഴേക്ക് നടന്നു. പെട്ടെന്ന് തുരങ്കത്തിനു മാറ്റം സംഭവിച്ചു തുടങ്ങി. കരിമ്പാറകൾക്ക് പകരം തിളങ്ങുന്ന ക്രിസ്റ്റലുകൾ ഭിത്തിയിൽ പ്രത്യക്ഷപ്പെട്ടു. വയലറ്റ്, നീല, പച്ച നിറങ്ങളിൽ ആ ക്രിസ്റ്റലുകൾ മിന്നിത്തിളങ്ങി. അത് കണ്ടപ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങളെപ്പോലെ തോന്നി. കൂടുതൽ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഡീനോ അത്ഭുതപ്പെട്ടുപോയി. അവിടെ ഭൂമിക്കടിയിൽ ഒരു വലിയ പൂന്തോട്ടം. പക്ഷേ ചെടികൾക്ക് പച്ചനിറമല്ല, അവ വെള്ളി നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവിടെ പറക്കുന്ന തുമ്പികൾക്ക് ചിറകുകളിൽ ലൈറ്റുകളുണ്ടായിരുന്നു. "ഹായ്, എത്ര മനോഹരം!" ഡീനോ മന്ത്രിച്ചു. പെട്ടെന്ന് ഒരു പാറയുടെ പിന്നിൽ നിന്ന് വിചിത്രമായ ഒരു ശബ്ദം കേട്ടു. ഡീനോ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവിടെ നീലരോമങ്ങളുള്ള, ഉരുണ്ട കണ്ണുകളുള്ള ഒരു ചെറിയ ജീവി അവനെ ഉറ്റുനോക്കുന്നു. അതിന് ചിറകുകളില്ല, പക്ഷേ കൈകളിൽ തിളങ്ങുന്ന കല്ലുകൾ പിടിച്ചിരുന്നു. "നീ ആരാണ്?" ഡീനോ ചോദിച്ചു. ഞാൻ ഗ്ലൂമോ," ആ ജീവി പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു. "നീ ആകാശത്തുനിന്ന് വന്നതാണോ?" ഡീനോ ചിരിച്ചു. "അതെ, ഞാൻ ഡീനോ. ഞാനൊരു ബഹിരാകാശ സഞ്ചാരിയാണ്. ഈ സ്ഥലം വളരെ മനോഹരമാണല്ലോ ഗ്ലൂമോ." ഗ്ലൂമോയുടെ കണ്ണുകൾ വിടർന്നു. "സത്യമാണോ? എനിക്ക് പുറംലോകം കാണാൻ വലിയ പേടിയാണ്. ആകാശം ഇരുട്ടാണെന്നും അവിടെ ഒന്നുമില്ലെന്നും ഞാൻ കരുതി. അതുകൊണ്ടാണ് ഞാൻ ഈ തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്നത്." ഡീനോ ഗ്ലൂമോയുടെ അടുത്തുപോയിരുന്നു. അവൻ തന്റെ ബഹിരാകാശ പേടകത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഹോളോഗ്രാം ഉപകരണം എടുത്തു. അത് ഓൺ ചെയ്തപ്പോൾ തുരങ്കത്തിനുള്ളിൽ ആകാശഗംഗയുടെ ചിത്രം തെളിഞ്ഞു. മിന്നുന്ന നക്ഷത്രങ്ങളും വർണ്ണാഭമായ ഗ്രഹങ്ങളും ഗ്ലൂമോയ്ക്ക് ചുറ്റും കറങ്ങി. "കണ്ടോ ഗ്ലൂമോ?" ഡീനോ പറഞ്ഞു. "പുറത്ത് ഇരുട്ടല്ല, അവിടെയും വെളിച്ചമുണ്ട്. നിന്റെ ഈ തുരങ്കം പോലെ തന്നെ മനോഹരമാണ് പുറംലോകവും." ഗ്ലൂമോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ ഡീനോയുടെ കൈപിടിച്ച് തുരങ്കത്തിന്റെ ഏറ്റവും ഉള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒഴുകുന്ന ഒരു നദിയുണ്ടായിരുന്നു. പക്ഷേ വെള്ളത്തിനു പകരം ഒഴുകുന്നത് ദ്രാവക രൂപത്തിലുള്ള സ്വർണ്ണ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം തുരങ്കം മുഴുവൻ പ്രകാശിപ്പിച്ചു. "ഇതാണ് ഞങ്ങളുടെ ലോകത്തിന്റെ ഹൃദയം," ഗ്ലൂമോ പറഞ്ഞു. "നീ എനിക്ക് നക്ഷത്രങ്ങളെ കാണിച്ചു തന്നു. ഞാൻ നിനക്ക് ഭൂമിയുടെ ഉള്ളിലെ സൂര്യനെ കാണിച്ചു തരാം." രണ്ടുപേരും ആ വെളിച്ചത്തിനരികിലിരുന്ന് കഥകൾ പറഞ്ഞു. ഡീനോ പറക്കുന്ന ഉൽക്കകളെക്കുറിച്ചും ഗ്ലൂമോ പാടുന്ന ക്രിസ്റ്റലുകളെക്കുറിച്ചും സംസാരിച്ചു. സമയം പോയതറിഞ്ഞില്ല.
തിരികെ പോകാൻ സമയമായി എന്ന് ഡീനോയ്ക്ക് മനസ്സിലായി. ഞാൻ പോകുകയാണ് ഗ്ലൂമോ, ഡീനോ പറഞ്ഞു. പക്ഷെ ഞാൻ വീണ്ടും വരും. ഗ്ലൂമോ തന്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും തിളക്കമുള്ള ഒരു നീലക്കല്ല് ഡീനോയ്ക്ക് സമ്മാനിച്ചു. ഇത് നിന്റെ യാത്രകളിൽ നിനക്ക് വെളിച്ചം നൽകും, ഗ്ലൂമോ പറഞ്ഞു. തിരികെ തന്റെ പേടകത്തിൽ കയറി ആകാശത്തേക്ക് പറക്കുമ്പോൾ ഡീനോ താഴേക്ക് നോക്കി. ആ ഗ്രഹം ഇപ്പോൾ അവന് വെറുമൊരു പാറക്കൂട്ടമായിരുന്നില്ല. അതിനുള്ളിൽ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തിളങ്ങുന്ന ഒരു ലോകമുണ്ടെന്ന് അവനറിയാമായിരുന്നു. നക്ഷത്രങ്ങൾ ആകാശത്ത് മാത്രമല്ല മണ്ണിനടിയിലും മിന്നുന്നുണ്ടെന്ന് ഡീനോ പഠിച്ചു. അവന്റെ ഹൃദയം ആ നീലക്കല്ലുപോലെ തിളങ്ങി.